സോഫിയെ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു. അടുത്ത വരി എന്താണെന്നറിയാമോ? നായകൻ ചോദിക്കുന്നു. ആശയക്കുഴപ്പത്തിലായ നായികയോട് ബൈബിളിലെ വരികൾ പരിശോധിക്കാൻ നായകൻ പറയുന്നു. മലയാള സിനിമയിൽ ഇതിനു മുൻപോ ശേഷമോ ഇത്രയും മനോഹരമായ ഒരു പ്രപ്പോസൽ നടന്നിട്ടില്ല. 1986 പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. കെ സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ചിത്രം. അയൽക്കാരിയെ പ്രണയിച്ച സോളമൻ്റെ കഥ പറയുന്ന ഈ സിനിമ പ്രേക്ഷകരെ ഒരു ബൈബിൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. ഒരു സിനിമ കാലത്തിനതീതമായിരിക്കണം. വർഷങ്ങൾക്കു ശേഷം കാണുമ്പോഴും പ്രസക്തിയുള്ളതാവണം. പുരോഗമന ചിന്താഗതിയോടെ ആവിഷ്കരിക്കാൻ സാധിച്ച, വിപ്ലവം സൃഷ്ടിച്ച നിസ്സഹായതകളെ മറികടന്ന പത്മരാജൻ ക്ലാസിക്. ഇതൊരു സാധാരണ പ്രണയമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അത് സൃഷ്ടിച്ച രീതി എല്ലാ യുവപ്രണയികളിലും പ്രതീക്ഷ വളർത്തുകയും യാഥാസ്ഥിതികതയെയും സ്ത്രീവിരുദ്ധതയെയും ബാധിക്കാതെ സെൻസിറ്റീവ് തീരുമാനങ്ങളെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. സിനിമയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. മൈസൂരിലെ മനോഹരമായ ചുറ്റുപാടുകൾ, മുന്തിരിത്തോട്ടങ്ങൾ, കുഞ്ഞാടുകൾ, പള്ളി പോലുള്ള പുരാതന കെട്ടിടങ്ങൾ, അഭിനേതാക്കളുടെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ, എല്ലാറ്റിലുമുപരി ക്രിസ്തീയ അന്തരീക്ഷത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്ന ഒരു തീമും സംഗീതവും. സോളമൻ്റെ അമ്മ റീത്തയും കസിൻ ആൻ്റണിയും ബന്ധുമേരിയും മൈസൂരിലെ വീട്ടിൽ താമസിക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ നിന്നും വീട്ടിലേക്കുള്ള സോളമൻ്റെ യാത്രയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. വീട്ടിലെത്തുന്ന സോളമൻ അവരുടെ പുതിയ അയൽക്കാരിയായ സോഫിയയെ കണ്ടുമുട്ടുന്നു. അവളുടെ ഇളയ സഹോദരിയായ എലിസബത്ത്, മാതാപിതാക്കളായ പോൾ പൈലോക്കാരൻ, നഴ്സായ റോസി എന്നിവരോടൊപ്പമാണ് സോഫിയയുടെ താമസം. സോഫിയയുടെ വീട്ടിൽ നിന്നും ഒരു തർക്കം സോളമൻ കേൾക്കുന്നു. അവിടെ സോഫിയ ആഗ്രഹിച്ച ജോലിക്കുള്ള ഒരു അഭിമുഖത്തിനുള്ള ക്ഷണം പോൾ നിരസിച്ചതായി പരസ്യമായി സമ്മതിക്കുന്നു. തൻ്റെ മകൾ താഴ്ന്ന ജോലി സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്ത അമിത സംരക്ഷണമുള്ള ഒരു പിതാവായിട്ടാണ് പോൾ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. നല്ല സ്വഭാവമുള്ള കഠിനാധ്വാനിയായ സോഫിയയിലേക്ക് സോളമൻ ആകർഷിക്കപ്പെടുന്നു. സോഫിയയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി സോളമൻ മൈസൂരിൽ താമസം നീട്ടിക്കൊണ്ടുപോകുന്നു. പോളിൻ്റെ സഹപ്രവർത്തകനും മദ്യപാനിയുമായ വക്കച്ചൻ അവരെ ഒരുമിച്ചു കാണുന്നു. തങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാവുന്ന വക്കച്ചൻ്റെ വിവാഹബന്ധം നിരസിച്ചതിനും ഒരു ധനികനുമായി പ്രണയത്തിലായതിനും പോൾ സോഫിയെ ശകാരിക്കുന്നു. പോളിൻ്റെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തിൽ റീത്തയ്ക്ക് വെറുപ്പ് തോന്നുന്നു. സോഫിയയുമായുള്ള സോളമൻ്റെ ബന്ധത്തെ അവർ അംഗീകരിക്കുന്നില്ല. തൻ്റെ അഭാവത്തിൽ സോഫിയയുടെ വീട്ടിലെ പിരിമുറുക്കം കുറയുമെന്ന് പ്രതീക്ഷിച്ച് സോളമൻ തോട്ടത്തിലേക്ക് പോകുന്നു. സോളമൻ പോളിനെയും റോസിയെയും വിവാഹാഭ്യർത്ഥനയുമായി സമീപിക്കുന്നു. എന്നാൽ സോഫിയ തൻ്റെ അവിഹിത മകളാണെന്ന് റീത്തയോട് വെളിപ്പെടുത്തി പോൾ ബന്ധം അട്ടിമറിക്കുന്നു. ഇത്തരം ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധം വേണ്ടെന്ന് റീത്ത തീരുമാനിക്കുന്നു. പക്ഷേ സോളമൻ്റെ സൗമ്യമായ പ്രേരണയാൽ പോൾ അറിയാതെ വിവാഹം നടത്തുന്നതിന് പ്രാദേശിക സഭയുടെ പിന്തുണ തേടാൻ സോളമൻ 2 അമ്മമാരായ റീത്തയെയും റോസിയെയും അനുഗമിക്കുന്നു. സോളമൻ്റെയും സോഫിയയുടെയും പുതിയ ജീവിതത്തിൻ്റെ അടിത്തറ സ്ഥാപിക്കാൻ തുടങ്ങുന്ന ഒരു വഴിത്തിരിവിൽ സോഫിയയുടെ ധിക്കാരത്തിന് അനുയോജ്യമെന്ന് കരുതുന്ന ശിക്ഷ പോൾ നൽകുന്നു. സോഫിയ വീട്ടിൽ തനിച്ചായിരുന്ന സമയം പോൾ പൈലോക്കാരൻ അവളെ പീഡിപ്പിക്കുന്നു. സോളമൻ്റെ അമ്മ എന്നേക്കുമായി ആ കുടുംബവുമായി ഒരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അമ്മയുമായി വഴക്കിട്ട് സോളമൻ തൻ്റെ ബൈക്കിൽ പോകുന്നു. ഇനി ആരും സോഫിയയെ വിവാഹം കഴിക്കാൻ വരികയില്ലെന്ന് പോൾ പരിഹസിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ ടാങ്കർ ലോറിയുടെ മുഴങ്ങുന്ന ഹോൺ കേട്ടാണ് എല്ലാവരും ഉണർന്നത്.
തന്ത്രപൂർവം ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പോൾ പൈലോക്കാരനെ അടിച്ചിട്ട് സോളമൻ സോഫിയയെയും കൊണ്ടുപോകുന്നു. മൈസൂരിലെ പുൽമേടുകളിലെ കാറ്റ് ചിത്രത്തിലുടനീളം അലയടിച്ചിരുന്നു. ഒരുപക്ഷെ കാറ്റായിരിക്കാം ഈ ക്ലാസിക് ഇവിടെ ചിത്രീകരിക്കാൻ പത്മരാജനെ പ്രേരിപ്പിച്ചത്. കഥാപാത്രങ്ങളുടെ പക്വമായ ചാരുത പ്രതിഫലിപ്പിക്കാൻ മൈസൂരിൻ്റെ ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ നഗരം അവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ അമ്മ വിവാഹത്തിന് മുൻപ് തന്നെ അവളെ പ്രസവിച്ചുവെന്നും അവൾ അച്ഛനെന്ന് വിളിക്കുന്ന ആൾ അവളുടെ രണ്ടാനച്ഛനാണെന്നും സോഫിയ സോളമനോട് പറയാൻ മടിക്കുന്നില്ല. ഒന്നും പറയാതെ അയാൾ അവളെ ശ്രദ്ധിക്കുന്നു. സോഫിയ എത്ര വിശ്വസിച്ചിരുന്നോ അത്രയും വിശ്വാസത്തിന് സോളമൻ അർഹനായിരുന്നു. സത്യം ആത്മാർത്ഥമായി നൽകപ്പെടുകയും സ്നേഹപൂർവ്വം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. പത്മരാജൻ പല രംഗങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതി ഊഷ്മളമാണ്. സോളമൻ്റെ അമ്മ കല്ലറയ്ക്കരികിലിരുന്ന് അച്ഛന് വാക്കുകൊടുക്കാൻ പറയുന്നതും അയാൾ കല്ലറയോട് രഹസ്യം പറയുകയും ചെയ്യുന്ന രംഗം വളരെ മനോഹരമാണ്. സോളമൻ്റെയും സോഫിയയുടെയും വേലിക്ക് ഇരുവശവും നിന്നുള്ള ആംഗ്യ സംസാരങ്ങളും ഇരുവരും ലോറിയിൽ പോകുന്നത് താൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ടെന്ന് സോഫിയ സോളമനോട് പറയുന്നതും വളരെ മനോഹരമാണ്. രണ്ട് കുടുംബങ്ങളുടെ കഥ പത്മരാജൻ എങ്ങനെ അവതരിപ്പിച്ചു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. അത് സോളമൻ്റെയും സോഫിയയുടെയും ലോകങ്ങളെ സൂക്ഷ്മമായി സംയോജിപ്പിക്കുന്നു എന്നതാണ്. സോളമൻ രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. സോളമൻ്റെ അമ്മ ഈ ബന്ധത്തെ അംഗീകരിക്കാൻ ആദ്യം മടി കാണിച്ചു. പക്ഷേ മകൻ്റെ പ്രവൃത്തിയിൽ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക പുഞ്ചിരി കൊണ്ടുവന്നു. അതവരുടെ സമ്മതം മാത്രമല്ല, തൻ്റെ മകനെക്കുറിച്ച് അവർ അഭിമാനിക്കുന്നുവെന്നും കാണിക്കുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത രണ്ടാനച്ഛനായ വില്ലനിൽ നിന്നും കളങ്കപ്പെട്ട നായികയെ നായകൻ സ്വീകരിക്കുന്നു എന്നതാണ്. ഇത് ഇന്ത്യൻ സിനിമയുടെ അക്കാലത്തെ നൈതികതയെ വെല്ലുവിളിക്കുന്നു. കളങ്കപ്പെട്ട നായിക നായകന് അസ്വീകാര്യയായി മാറുക, അല്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ നായകൻ നായികയെ രക്ഷിക്കുന്ന തരത്തിൽ സിനിമകൾ സാധാരണയായി സന്തോഷകരമായി അവസാനിക്കുന്നവയായിരിക്കും. ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് സോഫിയ ഷാരിക്ക് നേടിക്കൊടുത്തു. ജോൺസൺ മാസ്റ്ററുടെ ആകർഷകമായ പശ്ചാത്തല സംഗീതവും ഛായാഗ്രാഹകൻ വേണു മാസ്റ്റർ നൽകിയ സമ്പന്നമായ ദൃശ്യങ്ങളും വിലമതിക്കാതെ നമുക്ക് ഈ സിനിമയെ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. സോഫിയയും സോളമനും സാമൂഹികവും കുടുംബപരവുമായ സമ്മർദ്ദങ്ങളെ മറികടന്ന് തൻ്റെ ട്രക്കിൽ പോകുന്നു. സൂര്യോദയത്തിലേക്ക് അവർ വാഹനമോടിക്കുന്ന അവസാന രംഗം നിയന്ത്രണങ്ങളിൽ നിന്നുള്ള അവരുടെ രക്ഷപ്പെടലിനെയും പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.